എല്ലാവർക്കും നമസ്കാരം. ഈ എക്സ്പീരിയൻസും കോമ്പിറ്റൻസും തമ്മിലുള്ളൊരു വ്യത്യാസവും അത് സക്സസ്സിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് നമ്മളൊന്ന് ചർച്ച ചെയ്യുന്നത്. കാരണം പലരും ചിന്തിക്കുന്ന ഒരു കാര്യം, ഒരു വിഷയത്തിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി വിജയിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എക്സ്പീരിയൻസ് നല്ലതാണ്, പക്ഷേ ആ എക്സ്പീരിയൻസ് ചെയ്യുന്ന രീതിക്കനുസരിച്ചായിരിക്കും അതിൽ ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് സ്ട്രാറ്റജിക് കോമ്പിറ്റൻസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് പലപ്പോഴും സക്സസ്സിലേക്ക് വഴി തെളിയിക്കുന്നത്. അതിനൊരു റീസണും കൂടി ഉണ്ട്. ഞാനിത് പറയാൻ കാരണം, ഏതാണ്ട് ഒരു 1200ഓളം പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാരിൽ ഒരു റിസേർച്ച് നടത്തി അതിൻ്റെ ഒരു റിസേർച്ച് ഡാറ്റ പബ്ലിഷ് ചെയ്തപ്പോൾ ആ വിവരത്തിൽ നിന്നാണ് ഇങ്ങനൊരു ഇൻസൈറ്റ് കിട്ടിയതും അത് നിങ്ങളോടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. കാരണം എക്സ്പീരിയൻസ് മതിയോ കോമ്പിറ്റൻസ് ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ കരിയറിലെ സക്സസ് ഉണ്ടാവാൻ എന്നുള്ളതായിരുന്നു അതിൽ ആ സർവേയുടെ വിഷയമാക്കിയ കാര്യം. പല ആളുകളും ഇനീഷ്യലി ചിന്തിച്ചിരുന്നതും അങ്ങനെയാണ്, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിരിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ കാണുന്നൊരു കാര്യമുണ്ട്, ഇന്നിപ്പോൾ AI ഒക്കെ വരവോടുകൂടി എന്തെല്ലാം പുതിയ മാറ്റങ്ങളാണ് ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 20, 25, 30 വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലേക്കാണ് പുതിയ കാലഘട്ടം വന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഏർലി അഡാപ്റ്ററായിട്ടുള്ള ആൾ, എത്രയും വേഗതയിൽ പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾക്കാണ് വിജയം ഉണ്ടാകുന്നത്. എക്സ്പീരിയൻസ് ചെയ്ത മെത്തേഡ് മാറുമ്പോൾ എക്സ്പീരിയൻസിനേക്കാൾ കൂടുതൽ ആവശ്യമായി വരുന്നത് എന്താ? കോമ്പിറ്റൻസ്. കോമ്പിറ്റൻസ് എന്ന് പറയുമ്പോൾ സ്കില്ലും വില്ലും കൂടെ കൂടിയ അവസ്ഥയാണ്. നമുക്ക് കഴിവും ഉണ്ടാവണം, പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള മനസ്സും ഉണ്ടാവണം. അപ്പോൾ പ്രായവും ജനറേഷനും എക്സ്പീരിയൻസും മാത്രമല്ല, സ്ട്രാറ്റജിക് കോമ്പിറ്റൻസ് എന്ന് പറയുന്ന കാര്യമാണ് സക്സസ്സിലേക്ക് ഏറ്റവും സപ്പോർട്ടീവായിട്ട് വരുന്നത്. അപ്പോൾ ഏജും ജനറേഷനും ഒക്കെ പലപ്പോഴും ആളുകളുടെ ഈ കഴിവ് ഡെവലപ്പ് ചെയ്യുന്നതിൽ ഒരു 2% സ്വാധീനമുള്ളൂ എന്നാണ് പഠനങ്ങളിൽ പറയുന്നത്. നേരെ മറിച്ച് സ്ട്രാറ്റജിക് കപ്പാസിറ്റി കൂടുതലുള്ള ആളുകൾ അവരുടെ കരിയറിൽ ഏതാണ്ട് 50% അല്ലെങ്കിൽ 47 to 50% വരെ സക്സസ്ഫുൾ ആവുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കോമ്പിറ്റൻസ് എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എക്സ്പീരിയൻസിനോടൊപ്പം വളർന്നു വരുന്ന കാര്യമല്ല. അതിന് പകരം ഒരു സ്ട്രാറ്റജിക്കലി പ്ലാൻ ചെയ്ത് സ്കില്ലും വില്ലോടും കൂടി ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നമ്മളൊന്ന് പരിശീലിക്കേണ്ടത്. ഈ കോമ്പിറ്റൻസ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം ഗ്രാസ്പ് കോംപ്ലക്സിറ്റി എന്ന് പറയും. ഗ്രാസ്പ് കോംപ്ലക്സിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സങ്കീർണമായ എന്ത് പ്രശ്നം കാണുമ്പോഴും അതിനെ ഒന്ന് ഉൾക്കൊള്ളാൻ, അതിനെ ഒന്ന് സ്വീകരിക്കാനുള്ള മനസ്ഥിതി ഉള്ളവരാണ് പിന്നീട് കഴിവുകൾ ആർജിക്കുന്നത്. 2, ഷേപ്പ് ഡിറക്ഷൻ എന്ന് പറയും. നമുക്ക് പോകാനുള്ള വഴി, നമ്മളിപ്പോൾ ഒരു ലക്ഷ്യം പ്ലാൻ ചെയ്ത് വെച്ചാൽ ഒരു വര വരച്ച് അതുപോലെ തന്നെ പോകാനൊന്നും പറ്റിക്കോണമെന്നില്ല. നമുക്ക് ഓരോ രീതിയിലുള്ള തിരിച്ചടികളോ റിയാക്ഷൻസോ ഒക്കെ ഉണ്ടാവുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ വേഗതയൊക്കെ നിശ്ചയിച്ച് നമ്മുടെ ഡയറക്ഷനെ ഷേപ്പ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാവണം. മൂവ് അതേഴ്സ്, അതായത് മറ്റുള്ളവരെയും കൂടെ നീക്കി കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് മാത്രം വിജയം ചിലപ്പോൾ കൈവരിക്കാൻ സാധിക്കില്ല, മറ്റുള്ളവരുടെ സപ്പോർട്ടോടു കൂടിയായിരിക്കും. ആ മനസ്ഥിതിയുമായിട്ട് പോകുക എന്നുള്ളതാണ്. 4, ഡെലിവർ ഔട്ട്കംസ്. എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിന് റിസൾട്ട് ഉണ്ടാക്കണം എന്നുള്ള മനോഗതിയോടുകൂടി പ്രവർത്തിക്കുന്നവരാണ് കോമ്പിറ്റൻസ് നേടുന്നത്. ആൻഡ് ഫൈനലി അഡാപ്റ്റ് ടു ചേഞ്ച്. മാറ്റങ്ങൾക്ക് വിധേയരാവുക. എന്തുണ്ടെങ്കിലും പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള മനസ്സ്, പുതിയത് എന്താണ്, എൻ്റെ മേഖലയിൽ പുതുമ എന്താണ്, പുതിയ കാര്യങ്ങൾ കണ്ടെത്തണം, പുതിയ കാര്യങ്ങൾ പഠിക്കണം, പുതിയത് പ്രാവർത്തികമാക്കണം എന്ന മൈൻഡ് സെറ്റോടുകൂടി പ്രവർത്തിക്കുക. ഈ 5 കാര്യങ്ങൾ ശരിക്കും സ്ട്രാറ്റജിക് കോമ്പിറ്റൻസിലേക്ക് നമ്മളെ വഴിതെളിയിക്കും, നമ്മുടെ പെർഫോമൻസിനെ ഡ്രൈവ് ചെയ്യും, നമ്മളെ സക്സസ്സിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് പരിഗണിക്കുക. കാരണം ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ എക്സ്പീരിയൻസിനെ മാത്രം മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തനം കൊണ്ടുപോകാതെ, കോമ്പിറ്റൻസ് ഉണ്ട്, ഞാൻ കോമ്പിറ്റൻ്റ് ആണ്, എൻ്റെ കോമ്പിറ്റൻസിലൂടെ അതിൻ്റെ ഡെവലപ്മെൻറ്റിലൂടെയാണ് ഞാൻ പോകുന്നതെന്നൊന്ന് ഉറപ്പ് വരുത്തുക. താങ്ക് യു.